എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന മുതലാളിയുടെയാണ് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം കേബിൾ കാറിലൊക്കെ കയറിയവരായിരിക്കുന്നല്ലേ മിക്ക ആൾക്കാരും. എന്തായാലും ഞാൻ ഈ കുന്തത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല. ഈ ഫോട്ടോയിലും അല്ല അങ്ങനെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. രണ്ടാമത്തൊരു കാര്യം, എനിക്ക് ഈ കുന്ത്രാണ്ടം പേടിയാണ്. കയറണമെന്ന് യാതൊരുവിധ ആഗ്രഹവും ഉള്ള ഒരു സാധനമല്ലായിരുന്നു. കാരണം എന്തോ എനിക്ക് ഈ ഹൈറ്റ് കുറച്ച് പേടിയായതുകൊണ്ട്, പിന്നെ ഇതിങ്ങനെ ഒരു വള്ളിയെ തൂങ്ങിപ്പോകുന്നൊരു സാധനം ആയതുകൊണ്ടും കൂടെ എനിക്കിതിലൊക്കെ കയറാൻ അങ്ങനെ യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ എന്നായാലും നമ്മൾ കൊളോണിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരി ഇത് കണ്ടപ്പോൾ ഒന്ന് കയറിയേക്കാം എന്നൊരു പകുതി മനസ്സ്. കാരണം എന്തോ ഒരു കുഞ്ഞ് ധൈര്യം കിട്ടിയപ്പോൾ അങ്ങനെ കയറാൻ പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനകത്ത് കയറിയപ്പോൾ അതങ്ങ് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സകല ജീവനും പോയി. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ടോ. പക്ഷേ ഈ ഒരു പൊസിഷനിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഈ താഴെ കാണുന്ന റോട്ടിൽ കൂടെ ഞങ്ങളൊരു 2 റൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തേ കയറണോ, അവിടം വരെ എത്തിയിട്ട് വേണ്ട കയറണ്ട എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു പോയിട്ട് വീണ്ടും വന്നതാണ്. എന്നായാലും ഇവിടെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്ത് രസമാണ്. അവിടെ കയറിയപ്പോൾ ഒരു കാര്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, ഒന്നല്ല 2 കാര്യം. അതായത് ഒന്ന്, ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് എന്തേ കയറാൻ ഇത്ര വൈകി എന്നുള്ളൊരു ഒരിതും. 2, ഇത് താഴോട്ട് ഇറങ്ങുമ്പോൾ എനിക്കിനി പേടിയാവുമല്ലോ എന്നുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്കങ്ങനെ പേടിയാവത്തില്ല. സാധാരണ ആൾക്കാർക്ക് കുഴപ്പമില്ല കേട്ടോ. എന്നെപ്പോലെ ഈ ഹൈറ്റൊക്കെ പേടിയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇവിടെ നിന്നുള്ള വ്യൂ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. എന്ത് രസമായിരുന്നെന്നറിയോ. എനിക്കത് കുറേ നേരം അവിടെ നിന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ എങ്ങാനും വെച്ച് സ്റ്റക്കായി വല്ലതും പോയായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ പോയാനായിട്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇത് കാണാനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവം അല്ല ഇത്. ചെറിയൊരു കേബിൾ കാറാണല്ലോ, ഒത്തിരി ദൂരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഓരോ ഈ സ്റ്റേഷനല്ല, ഇങ്ങനെ ഓരോരോ പാലത്തിലെത്തിയുമ്പോൾ അവിടെ ഒരു ചെറിയ കുലുക്കം പോലെ വരും. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയാവും. പിന്നെ അങ്ങോട്ട് പോകും കുഴപ്പമില്ലാണ്ടൊക്കെ. മേളിൽ നിന്നൊക്കെ ഈ ഒരു ഹൈവേ ഒക്കെ കാണാൻ എന്നാ രസമായിരുന്നു എന്നറിയോ. എന്നായാലും ഇത് നമ്മൾ മേളിലോട്ട് കയറുമ്പോൾ ഉള്ള അത്രയും പേടി നമുക്കിത് താഴോട്ട് ഇറങ്ങുമ്പോൾ വരുന്നില്ല. എനിക്ക് വരുന്നില്ലായിരുന്നു കേട്ടോ. എന്നാലും ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലോട്ടും നമുക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേഷൻ നമ്മൾ വന്നിറങ്ങി ഈ ഒരു ഇവിടെ വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി വേണേൽ കാഴ്ചയൊക്കെ കണ്ടു പെറുക്കിയിട്ട് തിരിച്ച് അങ്ങോട്ട് റിട്ടേൺ പോവാം. അല്ലെങ്കിൽ ഈ വന്ന വണ്ടിയെ തന്നെ അങ്ങനെ റിട്ടേൺ പോവാം. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടോ. കാരണം നല്ല അവിടെ കുറേ പാർക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് കാണാം എന്നുള്ളൊരിതിൽ. എന്തായാലും ആദ്യമായിട്ട് കയറിയപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു പേടി അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് കറക്കമൊക്കെ കറങ്ങിയിട്ട് പിന്നെ വീണ്ടും റിട്ടേൺ അങ്ങോട്ട് പോകാൻ പോയി. അപ്പം അങ്ങോട്ട് പോയപ്പോൾ എനിക്കൊന്ന് സൈഡ് മാറിയിരിക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പുറംതിരിഞ്ഞിരുന്നു സംഭവം പൊങ്ങിയപ്പോൾ. കാരണം നമുക്ക് പേടി തോന്നുമില്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെന്തായാലും ഐഡിയ ഗുഡായിരുന്നു. കാരണം തിരിഞ്ഞിരുന്നുകൊണ്ട് എനിക്കത് പൊങ്ങിയപ്പോൾ വലിയ പേടിയൊന്നും തോന്നിയില്ല. വീണ്ടും ഈ സ്ഥലത്തോടെ ഞങ്ങൾ തിരിച്ചപ്പുറം എത്തിയിട്ടോ. എന്തായാലും ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറി എനിക്ക് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല സംഭവമാണ്. ഇനി എവിടെയെങ്കിലുമൊക്കെ പോയി കേബിൾ കാറിൽ കയറണം എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.